ഹലോ ഓൾ, സ്കൂളൊക്കെ തുറന്നു അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പഠിക്കാനൊക്കെ കഴിയുന്നുണ്ടോ? നമ്മൾ എല്ലാവരും അല്ലേ, ഏകദേശം എല്ലാവരും എന്ന് പറയുന്ന പോലെ ഈ ജൂൺ അല്ലെങ്കിൽ മെയ് 31 ജൂൺ 1 ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ടാവും. ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ എന്തെന്നെ ആയാലും ഈ വർഷം തൊട്ട് ഞാൻ ഫുള്ളായിട്ട് അന്നൊന്ന് പഠിക്കും എന്ന് പ്രതിജ്ഞ എടുക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ആ പ്രതിജ്ഞ പോലും എടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം കട്ടപ്പോക്കെയാണ് അല്ലേ? എല്ലാവരും പ്രതിജ്ഞെങ്കിലും എടുക്കും, പക്ഷേ നമുക്ക് എത്രത്തോളം അത് കഴിയുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ജൂൺ പകുതിയോളം കഴിയുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇനി തിരിഞ്ഞു നോക്കുക, നമ്മൾ അന്നെടുത്ത പ്രതിജ്ഞയും ആ ഒരു കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു, നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായി അത് പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ, തുടങ്ങിയ ആളുകൾ തന്നെ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് കമൻറ്റ് കൂടി ചെയ്യുക അല്ലേ? അപ്പോൾ എത്രത്തോളം നിങ്ങൾ അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ പല സ്റ്റുഡൻസും പറയുന്നുണ്ട് എന്ത്, നമ്മൾക്ക് അങ്ങനെയൊക്കെ തീരുമാനമൊക്കെ എടുത്തിരുന്നെങ്കിലും അതൊന്നും നടക്കുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും നടക്കാത്തത്? നമ്മൾ വളരെ കൃത്യമായി പഠിച്ചു പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിൽ സ്വാഭാവികമായിട്ടും കുറച്ചൊരു ആവറേജ് അബോവ് ആവറേജ് സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അവർ പിന്നെ വളരെ നല്ല രൂപത്തിൽ ദിവസവും എന്ന് പറയുന്ന പോലെ ടൈംലി അവരുടെ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അവരൊക്കെ പിന്നെ അതുപോലെ തന്നെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന, അവർ പ്രാക്ടിക്കൽ ആയി ഇത് വരുത്തുന്ന കാര്യങ്ങൾ നമുക്ക് കൂടി എന്ത് ചെയ്യാം, മനസ്സിലാക്കിയാൽ നമുക്കും അതേപോലെ മാറാൻ ശ്രമിക്കാം അല്ലേ? അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും നമുക്ക് വേണ്ടത് ഒരു വിൽ പവറാണ്. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നു, അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കിനും നമ്മുടെ തീരുമാനങ്ങൾക്കും എന്ത് വിലയുള്ളത്? അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പഠിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക എന്നുള്ളത് എൻ്റെ സെൽഫ് റെസ്പെക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യമാണ് എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് ഒരു പരിധി വരെയൊക്കെ നമുക്കത് ഫോളോ ചെയ്ത് പോകാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് ശക്തമായൊരു വിൽ പവറൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തീരുമാനിച്ചു അങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ തീരുമാനിച്ചു, പക്ഷേ അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു എൻവയൺമെൻറ്റ് വളരെ അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ റൂമിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കുറേ തുണി അലക്കിയിട്ടിരിക്കുന്നു, ഇവിടെ കുറേ ബുക്ക് ഇങ്ങനെ അടിച്ചു വാരിയിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ നിലമൊക്കെ ഇങ്ങനെ ഒരു സുഖമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്, നമ്മളവിടെ ബെഡിലിരുന്ന് വായിക്കാൻ നോക്കുന്നു, വല്ലതും നടക്കുമോ അല്ലേ? ഒരു ദിവസം ചിലപ്പം വായിച്ചു എന്ന് വരും, രണ്ടാമത്തെ ദിവസം നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ അവിടെയാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഏരിയ എന്ന് പറയുന്നത് വളരെ നീറ്റായി ക്ലീൻ ആയിക്കൊണ്ട് അത് വേറെ ആരെങ്കിലും വന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത്, നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ വീട് മൊത്തം അടിച്ചു വാരി തൂത്തുവാരണമെന്ന് ആരും പറയുന്നില്ല. നിങ്ങളുടെ ആ ഒരു പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലീനായി സൂക്ഷിക്കുക. അപ്പോൾ ആ ഒരു ക്ലെൻലിനെസ് എന്നും അതുപോലെ തന്നെ ആ ഒരു എൻവയോൺമെൻറ്റ് വൃത്തിയാകുമ്പോൾ തന്നെ പകുതി കാര്യങ്ങൾ ശരിയാവും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പഠനത്തിന് വേണ്ടി മാത്രമായി ഒരു സ്പേസ് ഉണ്ടാവുക. അത് നമ്മൾ ബെഡിലിരുന്ന് വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, എങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റുക? എത്രത്തോളം നമുക്ക് കുറച്ചൊക്കെ വായിക്കും, പക്ഷെ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മറ്റ് എൻഗേജ്മെൻറ്റ്സിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ തോന്നും. ഒന്ന് കിടന്ന് പഠിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അല്ലേ? കിടന്ന് പഠിച്ചാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡി ഒരു റെസ്റ്റിൻ്റെ മൂഡിലേക്കാണ് പോവുക. സ്വാഭാവികമായി നമുക്ക് ആ ഒരു റിലാക്സേഷനും ഒരു ഉറക്കവും ഒക്കെ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ ഒരു ബ്രെയിൻ ആ രൂപത്തിലാണ് ആ ഒരു സമയത്ത് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടന്ന് പഠിക്കുക, ബെഡിലിരുന്ന് പഠിക്കുക എന്നുള്ളതൊന്നും പ്രാക്ടിക്കലായ ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്കൊരു സ്റ്റഡി ടേബിൾ വേണം. അത് കൃത്യമായൊരു നമ്മുടെ പുസ്തകങ്ങളും നമ്മുടെ ടൈം ടേബിളും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട്, അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ട്, പേപ്പറും പെന്നും എന്തൊക്കെ വേണോ അതൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് എല്ലാം അവിടെ അവൈലബിൾ ആകുന്ന രൂപത്തിലുള്ള കൃത്യമായൊരു സ്റ്റഡി ടേബിൾ നമുക്ക് നിർബന്ധമാണ്. അത്തരത്തിലുള്ളൊരു സ്പേസ്, ഒരു ടേബിൾ, ഞാൻ ടേബിൾ തന്നെ പറയുന്നില്ല, ഏതെങ്കിലും ഒരു സ്പേസ് നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമായി ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ടേബിളിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കണം. ഒരു പെണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിരിക്കും, പിന്നെ 2 വരി വായിക്കുമ്പോഴേക്കും പെന്നില്ല, ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടിയിരുന്നു, അപ്പോൾ പെണ്ണെടുക്കാൻ വേണ്ടി താഴെ പോയി, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയി അല്ലേ. പിന്നെയോ കുറച്ച് കഴിയുമ്പം ഒരു മാർക്കർ വേണം, നമ്മൾ മാർക്ക് ചെയ്ത് പഠിക്കുന്ന ആളാണ്, അപ്പോൾ മാർക്കറിന് വേണ്ടിയിട്ട് പിന്നെയും പോയി, എന്നിട്ട് ഒരു അരമണിക്കൂർ അവിടെ കടഞ്ഞു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ എഴുതി പ്രോബ്ലംസ് ചെയ്ത് നോക്കാൻ ഒരു പേപ്പർ ഇല്ല, അപ്പോൾ പേപ്പറിന് വേണ്ടി വേറെ പോയി. അങ്ങനെയല്ല, മറിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കുക, അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത്
ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റഡി ടേബിളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ടൈം സെറ്റ് ചെയ്യണം. നമുക്ക് കൃത്യമായൊരു ടൈം ടേബിൾ വേണം. നിങ്ങൾക്ക് സ്കൂളിൽ ടൈം ടേബിൾ ഉണ്ടല്ലോ, സ്കൂളിൽ നിങ്ങൾ ആലോചിച്ചു സ്കൂളിൽ പോകുമ്പോൾ പിന്നെ രാവിലെ മാത്സ് ടീച്ചർക്ക് ഒഴിവുണ്ടെന്ന് അപ്പോൾ മാത്സ് എടുത്ത് കളയാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സയൻസ് ടീച്ചർക്ക് ഒഴിവുണ്ടെന്ന് അപ്പോൾ സയൻസ് എടുത്ത് കളയാം. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ വല്ലതും നടക്കുമോ? ഓരോരുത്തർക്കും തോന്നിയതുപോലെ അങ്ങനെ ചെയ്യാം. സമയമുള്ളപ്പം ആരെങ്കിലും വന്ന് ക്ലാസ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ആകെ മൊത്തത്തിൽ എന്ത് ചെയ്യും, അലങ്കോലാവും അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിക്കുക. ഇന്ന് ആദ്യം എന്തോന്ന് സയൻസ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അന്ന് വായിച്ചു നോക്കാം. അങ്ങനെ ആ രൂപത്തിലാവരുത്. നമ്മൾ ഇരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ തീരുമാനിക്കുക, ഇന്ന് 7 മണിക്ക് ഞാൻ ഇരിക്കുകയാണ്, 9:30 വരെ ഞാൻ ഇരിക്കും. അപ്പോൾ 7 മുതൽ 7:30 വരെ സയൻസ് ഞാൻ പഠിക്കും, 7:30 മുതൽ 8 വരെ ഞാൻ എന്ത് ചെയ്യും, മാത്സിലെ പ്രോബ്ലംസ് ചെയ്യും. അങ്ങനെ കൃത്യമായ ഒരു ടൈം ടേബിൾ ഓരോ തവണ ഇരിക്കുമ്പോഴും നമുക്ക് വേണം. മൊത്തത്തിൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിളും ഉണ്ടായാൽ വളരെ നല്ലതാണ്. ആ നിലക്കുള്ള ടൈം ടേബിൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ പ്രധാനപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളത്. ഇപ്പോൾ എന്താ ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ 7 അയലത്ത് നമ്മൾ പഠിക്കാനിരിക്കുന്നതിൻ്റെ 7 അയലത്ത് മൊബൈൽ ഉണ്ടാകാനേ പാടില്ല. നിങ്ങൾ ഓൺലൈനിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ കൃത്യമായി അത് പിന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അതല്ലാത്ത നമ്മൾ പിന്നെ ഓൺലൈൻ അല്ലാതെ പഠിക്കുന്ന സമയത്തൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ മൊബൈലോ ഡിവൈസസോ അടുത്തുണ്ടാകാനേ പാടില്ല. നമ്മൾ പറയും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും, ഒക്കെ നമ്മുടെ എക്സ്ക്യൂസസ് മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യുക, ആ മൊബൈൽ പിന്നെ പാരൻസിൻ്റെ കയ്യിൽ കൊടുക്കുക. ഞാനിപ്പം നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ, ഡിവൈസസ് ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പം ഞാൻ പഠിക്കുന്ന സമയമാണ്, അത് നിങ്ങൾ കയ്യിൽ വെച്ചോ. എന്നിട്ട് എന്താ ആവശ്യമുണ്ട് ഞാൻ വന്ന് ചോദിച്ചോളാം. ഈ ഗൂഗിൾ സെർച്ച് ചെയ്യണം, ആ സമയത്ത് ഗൂഗിൾ സെർച്ച് ചെയ്യണമെങ്കിൽ അമ്മയോട് ചോദിച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ ചെയ്താൽ മതി, അതുകൊണ്ടൊരു പ്രശ്നമില്ല. പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബുക്ക് എടുത്ത് വെച്ചിരിക്കുന്നു, ഇപ്പുറത്തിങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഒരിക്കലും അത് പറ്റൂല. നമ്മളിങ്ങനെ ഓരോ മെസ്സേജ് നോക്കും, ആ മെസ്സേജിൻ്റെ താഴെയുള്ള വേറെ വല്ലതും നോക്കും, അപ്പം വേറെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരും, അവിടെ അങ്ങനെ പോയി പിന്നെ അവസാനം നമ്മുടെ പഠനം മാത്രം നടക്കില്ല. ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളത്. ഇത് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷനാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാത്ത മറ്റ് ഡിസ്ട്രാക്ഷൻസ് നമുക്കുണ്ടെങ്കിലും മറ്റ് ചിന്തകളും മറ്റ് കാര്യങ്ങളും എല്ലാം ആ ഒരു സമയത്ത് ഒഴിവാക്കി കൃത്യമായി അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ചില ആളുകൾക്ക് എയ്ഡ് വേണ്ടി വരും അല്ലേ, സ്വന്തമായി പഠിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അത് ഒരു പരിധി വരെയൊക്കെ സാധിക്കും. പക്ഷേ എന്നാലും മറ്റ് പിന്നെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ, ക്ലാസ്സസ് ഉണ്ടെങ്കിൽ എന്നുള്ള രൂപത്തിലൊക്കെ നിങ്ങൾ ട്യൂഷന് പോകുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹൈസ്കൂളിലൊക്കെ ട്യൂഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ നിലക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം നിങ്ങൾക്ക് കുറേ വേസ്റ്റ് ആകും. പക്ഷേ എങ്കിലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായി ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. ആ ഓൺലൈൻ റിസോഴ്സസ് പിന്നെ അവൈലബിൾ ആയത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ ആ കൺട്രോൾ വേണം. ഓൺലൈനിൽ യൂട്യൂബിലാണ് ഒരു ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കുറേ സജഷൻസ് വരും അല്ലേ, അതിലേക്കൊന്നും പോരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ സ്ക്രീൻ ആക്കിക്കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ഫുൾ സ്ക്രീൻ ആക്കിക്കൊണ്ട് കാണുക. അത് കഴിഞ്ഞാൽ നേരെ അത് എടുത്ത് മാറ്റി വെക്കുക. കാണേണ്ടത് എന്താണോ അത് കഴിഞ്ഞാൽ നേരെ അടുത്തെടുത്ത് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഓൺലൈനിലൊക്കെ ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ്, ഇപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ XandYയുടെ തന്നെ ക്ലാസ് 7 ചാനലുണ്ട്, USSന് വേണ്ടിയുള്ള, സ്റ്റേറ്റിന് വേണ്ടിയുള്ള. അതുപോലെ തന്നെ ക്ലാസ് 7 CBSE ചാനലുണ്ട്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിന് വേണ്ടിയാണെങ്കിൽ ക്ലാസ് 8 NMMS ചാനലുണ്ട്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിന് വേണ്ടി XandY ക്ലാസ് 9 ചാനലുണ്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലുള്ള മെറ്റീരിയൽസ് XandY ലേണിംഗ് എന്ന് പറയുന്ന മെയിൻ ചാനലിൽ ഉണ്ടാവും. അത് മെയിൻ ചാനലിൽ ബാക്കി എല്ലാ ക്ലാസ്സസിന് വേണ്ട കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ചാനലുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഓൺലൈൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതല്ല നിങ്ങൾ കുറച്ചുകൂടി ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ആ നിലക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, കുറച്ചുകൂടിയൊക്കെ ഒരു പിന്നെ അഡ്വാൻസ്ഡ് ആയി പഠിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി കുറച്ചൊക്കെ പഠിച്ചു വെക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ XandYയുടെ തന്നെ ഫൗണ്ടേഷൻ ബാച്ച് ഇപ്പോൾ ഓൾറെഡി പിന്നെ 1000 ഓഫ് സ്റ്റുഡൻസ് ആവാറായിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് പിന്നെ ഫൗണ്ടേഷൻ കോഴ്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് സ്കിൽസിനോടൊക്കെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ കോഡിങ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഓൺലൈനിൽ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപകാരമുള്ള കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞൊരു സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബറൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഈ ഒരു അക്കാദമിക് ഇയറും കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ജൂൺ ആയിട്ടേ ഉള്ളൂ, ജൂൺ പകുതി ആയിട്ടേ ഉള്ളൂ അല്ലേ. ഇനി ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചാൽ ചില കാര്യങ്ങളൊക്കെ നടക്കും. ഈ ഒരു അക്കാദമിക് ഇയറിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്ന രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്യും, ഞാൻ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇന്ന ഒരു ക്രാഷ് കോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ഒരു സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്യും എന്ന രൂപത്തിൽ നമുക്ക് ഇപ്പം തന്നെ
തന്നെ തീരുമാനിക്കാം. ജസ്റ്റ് സ്കൂളിൽ പഠനം മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം, അതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ജൂൺ പകുതിയായി എന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ല, പകുതിയായിട്ടേ ഉള്ളൂ. ഇപ്പോൾ തീരുമാനിച്ചാലും ഒരുപാട് കാര്യങ്ങൾ നടക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം.